പഠിക്കുന്നു. മലപ്പുറം മങ്കടയിലെ ഹാനിയയാണ് തനിക്ക് മുന്നിലെ ഇരുട്ടിനെ മായ്ച്ചു കളഞ്ഞ് പ്രകാശം പരത്തിയത്. കണ്ണുകളിൽ ഇരുട്ടാണ്, പക്ഷേ ഹാനിയ ഈ വീടിന്റെ വെളിച്ചമാണ്, നാടിന്റെയും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ബോർഡിക്ക് കാണാൻ കഴിയില്ല. അവര് ബോർഡിക്ക് നോക്കി വായിച്ചു തരും, ഞാൻ നോട്ടിൽ പകർത്തും. ചെന്നൈ IITയിൽ കഴിഞ്ഞ ദിവസം സിവിൽ എഞ്ചിനീയറിംഗിൽ പ്രവേശനം നേടിയ ഹാനിയ പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള കഠിനാധ്വാനത്തിലാണ്. വലിയൊരു ലക്ഷ്യമുണ്ട് അവൾക്ക് മുമ്പിൽ. IIT പഠിച്ചിട്ട് എന്നെ പോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഭിന്നശേഷിയുള്ളവരുടെ വിഭാഗത്തിൽ ഹാനിയയുടെ നേട്ടങ്ങളുടെ പട്ടിക ഇനിയുമേറെ. കുസാറ്റ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക്, കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 8ാം റാങ്ക്, IIST പരീക്ഷയിൽ 5ാം റാങ്ക് തുടങ്ങിയവ ഇവയിൽപ്പെടുന്നു. IIT JEE അഡ്വാൻസ് പരീക്ഷയിൽ 32ാം റാങ്ക് കരസ്ഥമാക്കിയാണ് ചെന്നൈ IITയിൽ പ്രവേശനം നേടിയത്. കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ഇന്റർവ്യൂ ബോർഡ് അപമാനിച്ചു വിട്ടിട്ടും ഹാനിയയുടെ നിശ്ചയദാർഢ്യത്തിന് കോട്ടം തട്ടിയില്ല. അവരൊരിക്കലും മെഡിക്കൽ ബോർഡിന്റെ കൗൺസിലിങ്ങിന് പോയപ്പോൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്ര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. അവര് നീയൊന്നും എവിടെ എത്തൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും ഉന്നത നിലയിലിരിക്കണ അവരെന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അന്ന് ഉമ്മ പറഞ്ഞു, ഈ എന്തിനാ വിഷമിക്കണം, നമുക്ക് IIT കിട്ടുമല്ലോ എന്ന് ഉമ്മ പറഞ്ഞു. വളരെ ചെറുപ്പത്തിലെ ഹാനിയുടെ വലതു കണ്ണിൽ പൂർണ്ണമായും ഇരുട്ട് വീണിരുന്നു. ഇടത് കണ്ണിലും ഇരുട്ട് പടരാൻ തുടങ്ങി. തുടർന്ന് 6ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. പക്ഷേ 25% കാഴ്ച നിലനിർത്താനായതോടെ ഹാനിയ തിരിച്ചു വന്നു. ഒടുവിൽ IITയിലെത്തി. വീടിന്റെയും കൂട്ടുകാരുടെയും നാടിന്റെയും പൂർണ്ണ പിന്തുണ ഹാനിയയ്ക്കൊപ്പമുണ്ട്. വീട്ടുകാർ എൻ്റെ എല്ലാത്തിനും വേണ്ടി വീട്ടുകാരാണ് ഓടിക്കണം. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് വേണ്ടിയിട്ട് ഓടാത്ത സ്ഥലങ്ങളില്ല. മുഹമ്മദ് നൗഫൽ, മാതൃഭൂമി ന്യൂസ്.